ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി ബീഹാറിലെ സമസ്തിപൂരിൽ ജനിക്കുമ്പോൾ അവിടെ നിന്ന് അധികം അകലെയല്ലാത്ത റാഞ്ചിയിലെ നക്ഷത്രം മഹേന്ദ്ര സിംഗ് ധോണി തന്റെ കന്നി IPL കിരീടം നേടി 2 വർഷം പിന്നിട്ടിരുന്നു. ധോണി വളർന്നപ്പോൾ റാഞ്ചിയും സമസ്തിപൂരും ഒരേ സംസ്ഥാനമായ ബീഹാറിന്റെ ഭാഗമായി. ധോണിയുടെ കഥകൾ കണ്ടും കേട്ടുമാണ് വൈഭവ് വളർന്നത്. എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും പോലെ വൈഭവും ധോണിയുടെ ആരാധകനായി. IPL 2025 കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ധോണി നയിച്ച ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തിയ പ്രകടനവുമായി രാജസ്ഥാൻ റോയൽസിനായി 14 വയസ്സുള്ള വൈഭവ് വീണ്ടും റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിച്ചു. ധോണിയുടെ CSKയെ 6 വിക്കറ്റിന് തകർക്കാൻ നേതൃത്വം നൽകിയത് വൈഭവായിരുന്നു. മത്സരശേഷം ഇരു ടീമുകളിലെയും താരങ്ങൾ ഹസ്തദാനം ചെയ്യാൻ അണിനിരുന്ന ചടങ്ങിൽ ധോണിക്ക് കൈകൊടുക്കുന്നതിന് പകരം വൈഭവ് കാൽ തൊട്ട് വന്ദിക്കുകയാണ് ചെയ്തത്. ധോണിക്ക് കൈ നൽകാനുള്ള ഊഴമായപ്പോൾ വൈഭവ് കുനിഞ്ഞ് ഒരു കൈകൊണ്ട് ധോണിയുടെ കാലിൽ തൊട്ട് വണങ്ങുകയായിരുന്നു. ധോണിയാവട്ടെ പുഞ്ചിരിയോടെ വൈഭവിന്റെ മറ്റേ കൈയിൽ പിടിക്കുകയും ചെയ്തു. വൈഭവ് ധോണിയുടെ കാലിൽ തൊടുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും വളരെ വേഗം വൈറലായിട്ടുണ്ട്. 2 വർഷം മുമ്പ് യശസ്വി ജയ്സ്വാൾ ചെയ്തതിന് സമാനമായിട്ടാണ് വൈഭവിന്റെയും അനുഗ്രഹം തേടൽ. ജയ്സ്വാൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇപ്പോൾ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല റോയൽസിൽ വൈഭവിന്റെ ഓപ്പണിംഗ് പങ്കാളിയുമാണ്. മത്സരത്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി കുറിച്ചാണ് വൈഭവ് റോയൽസിന്റെ വിജയത്തിൽ നിർണായക സംഭാവന കഴിഞ്ഞ ദിവസം നൽകിയത്. 33 പന്തിൽ വൈഭവ് 57 റൺസ് നേടി. രവീന്ദ്ര ജഡേജയെ പോലെയുള്ള പരിചയസമ്പന്നനായ ബൗളർക്ക് പോലും വൈഭവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജഡേജയുടെ പന്ത് 2 തവണ വേലിക്കെട്ടിന് മുകളിലൂടെ പറന്നു. സ്പിന്നർ നൂർ അഹമ്മദിന്റെ പന്തിൽ നിന്ന് 4ാമത്തെ സിക്സറുമായി വൈഭവ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 4 ബൗണ്ടറികളും വൈഭവ് നേടിയിരുന്നു. CSKയുടെ അവസാന ഹോം മാച്ച് ആയിരുന്നു ഇതെങ്കിലും ചെന്നൈ ചെപ്പോക്കിന് പകരം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മത്സരം നടത്തുകയായിരുന്നു. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ടൂർണമെന്റ് 6 വേദികളിലേക്ക് പരിമിതപ്പെടുത്തിയതിനെ തുടർന്നാണിത്. മെയ് 12-ന് ചെപ്പോക്കിൽ നടക്കേണ്ട മത്സരം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ലീഗ് ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചതോടെ ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു. MS ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീം ഈ വർഷം ചെന്നൈയിൽ 6 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആദ്യം ടോസ് നേടിയ സഞ്ജു CSKയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ടോപ്പ് ഓർഡറിൽ ആയുഷ് മാത്രേ മാത്രമാണ് തിളങ്ങിയത്. ഇതോടെ 78-ന് 5 എന്ന നിലയിലേക്ക് CSK കൂപ്പുകുത്തി. 20 പന്തിൽ ആയുഷ് മാത്രേ 8 ഫോറുകളും 1 സിക്സറും സഹിതം 43 റൺസ് അടിച്ചെടുത്തു. പിന്നീട് ഡിവാൾ ബ്രെവിസ് 25 പന്തിൽ 42 റൺസ്, ശിവം ദൂബെ 32 പന്തിൽ 39, MS ധോണി 17 പന്തിൽ 16 എന്നിങ്ങനെ സ്കോർ നേടി 8-ന് 187 എന്ന നിലയിലെത്തിച്ചു. റോയൽസിനായി ആകാശ് മദ്വൽ 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റും യുദ്ധ്വീർ സിംഗ് 4 ഓവറിൽ 47 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തി. യശസ്വി ജയ്സ്വാൾ 19 പന്തിൽ 36 റൺസുമായും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 31 പന്തിൽ 41 റൺസുമായും തിളങ്ങിയതോടെ CSK ഉയർത്തിയ 188 റൺസ് വിജയലക്ഷ്യം 17.1 ഓവറിൽ റോയൽസ് അനായാസം മറികടന്നു. പ്ലേ ഓഫിൽ കടക്കാനായില്ലെങ്കിലും സീസണിലെ അവസാന മത്സരത്തിൽ നേടിയ ഈ വിജയം റോയൽസിന് ഏറെ ആശ്വാസം നൽകുന്നതാണ്. 14 മാച്ചുകളിൽ 4 വിജയങ്ങളുമായിട്ടാണ് റോയൽസ് സീസൺ പൂർത്തിയാക്കുന്നത്. ഈ മത്സരങ്ങളിൽ നിന്ന് 9ാം സ്ഥാനത്താണ് റോയൽസ് തുടരുന്നത്. 10ാം സ്ഥാനത്തുള്ള CSKയ്ക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. മെയ് 25-ന് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. ഈ മത്സരം അവസാന 2 സ്ഥാനക്കാരെ നിശ്ചയിക്കും. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് മറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന IPL സീസണാണ് 2025-ലേത്. മെഗാലേലം കഴിഞ്ഞപ്പോൾ തന്നെ ടീം ദുർബലമായിരുന്നു. സീസണിന്റെ തുടക്കം മുതൽ റോയൽസ് നിരാശപ്പെടുത്തുകയും ചെയ്തു. അനായാസം ജയിക്കാമായിരുന്ന 4ഓളം മത്സരങ്ങളിലാണ് പടിക്കൽ കൊണ്ടുപോയി കലമുടച്ചത്. ഈ കളികളിൽ പലതും തോൽക്കാൻ കാരണം ഫിനിഷർമാരുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു. ഈ സീസണിലെ പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത സീസണിൽ റോയൽസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.